നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ആഴിയുടെ ആഴങ്ങളിൽ കത്തിയമർന്ന ചരിത്ര സ്മാരകങ്ങൾ. ടൊറന്റോയിലെ സെന്റ് ആൻസ് ആംഗ്ലിക്കൻ ചർച്ചിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചത് അമൂല്യമായ 7 ചുവർ ചിത്രങ്ങൾ. 1908 ബൈസാൻഡിയൻ മാതൃകയിൽ തീർത്ത 7 ചുവർ ചിത്രങ്ങളെയാണ് അഗ്നി നിർദ്ദയം വിഴുങ്ങിയത്. ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ ആളപായം ഉണ്ടായിട്ടില്ലെങ്കിലും ടൊറന്റോയിലെ ഒരു ചരിത്ര സ്മാരകം കൂടി വിസ്മൃതിയിലായതിന്റെ ദുഃഖത്തിലാണ് ടൊറന്റോണിയൻസ്. എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു? സറയിൽ വെടിയേറ്റു കൊല്ലപ്പെട്ട യുവരാജ് ഗോയലിന്റെ മാതാവ് കാനഡയോട് കേഴുന്നു. കഴിഞ്ഞ ദിവസം കാനഡയിലെ സറയിൽ അക്രമികളുടെ വെടിയേറ്റു മരിച്ച യുവരാജ് ഗോയൽ 2019 സ്റ്റുഡന്റ് വിസയിൽ കാനഡയിലെത്തി പഠനശേഷം സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരികയാണ് ആ ജീവൻ അകാലത്തിൽ അക്രമികളുടെ കൈകളാൽ പൊലിയുന്നത്. ഗോയൽ PR കിട്ടിയ ദിവസം വളരെ സന്തോഷഭരിതനായാണ് തങ്ങളെ വിളിച്ചതെന്നും ഗോയലിന്റെ മാതാവ് ഓർത്തെടുക്കുന്നു. കാനഡ പോലൊരു സുരക്ഷിത രാജ്യത്ത് തന്റെ മകനു സംഭവിച്ച ദുര്യോഗത്തിന് കനേഡിയൻ സർക്കാർ മറുപടി പറഞ്ഞേ തീരുവെന്നാണ് ഷഗുൻ കോയൽ എന്ന മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ആവശ്യം. വോക്ക് വിത്ത് ഇസ്രായേലും ബോയ്ക്കോട്ട് ഇസ്രായേലും പരസ്പരം കണ്ടുമുട്ടി. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ടൊറന്റോയിലെ ജൂതന്മാർ കാനഡയിലും മറ്റു ലോകരാജ്യങ്ങളിലും തങ്ങൾ നേരിടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച വോക്ക് വിത്ത് ഇസ്രായേൽ ജനപങ്കാളിത്തം കൊണ്ടും പ്രതിഷേധക്കാരെ കൊണ്ടും ആശങ്കാഭരിതമായി. പരസ്പരം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഇരുപക്ഷവും പലപ്പോഴും സ്ഥിതി കൈവിട്ടു പോകുമോ എന്ന ആശങ്ക പോലീസിൽ ഉളവാക്കി. വൻപിച്ച ജനപങ്കാളിത്തം കൊണ്ടും എതിർസ്വരം കൊണ്ടും ടൊറന്റോയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കിയാണ് വോക്ക് വിത്ത് ഇസ്രായേൽ പര്യവസാനിച്ചത്. തടവുകാരുടെ എണ്ണം കൂടുന്നു. കൂടുതൽ കിടക്കകൾ ഒരുക്കി ഒന്റാരിയോ ജയിൽ അധികൃതർ. കഴിഞ്ഞ കുറച്ചു നാളുകളായി പെരുകുന്ന കുറ്റകൃത്യങ്ങൾ ഒന്റാരിയോയിലെ ജയിൽ സൗകര്യങ്ങൾ അപര്യാപ്തമാക്കിയതായും കൂടുന്ന കുറ്റവാളികൾക്കനുസൃതം കിടക്കകൾ ലഭ്യമല്ലാത്തത് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു വരികയാണെന്നും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് കൂടുതൽ കിടക്കകൾ വാങ്ങാൻ പദ്ധതിയിട്ടതെന്നും സോളിസിറ്റർ ജനറൽ മൈക്കിൾ ക്രസ്നർ അറിയിച്ചു. കാനഡയിലേക്കും പ്രവർത്തന മേഖല വ്യാപിപ്പിക്കാൻ ഒരുങ്ങി ടെലിഹൗസ്. ഡാറ്റാ സെന്റർ സേവനദാതാവായ ടെലിഹൗസ് കാനഡയിലേക്ക് കൂടി പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നു. ടൊറന്റോ നഗരത്തിലെ 3 സ്ഥലങ്ങളിൽ പുതുതായി സമാരംഭിച്ചുകൊണ്ട് ഇന്റർനെറ്റ് ട്രാഫിക് ഫ്ലോയുടെ സെൻട്രൽ മീറ്റിംഗ് പോയിന്റുകളായി പ്രവർത്തിക്കും. സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തോടെ 5Gയിലേക്ക് മാറുന്നതിനാൽ രാജ്യത്ത് കണക്ടിവിറ്റി സേവനങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിനെ അടിസ്ഥാനമാക്കിയാണ് കാനഡയിലേക്കുള്ള വിപുലീകരണമെന്ന് കമ്പനി പറഞ്ഞു. 2026ഓടെ 98% കാനഡക്കാർക്കും 2030ഓടെ മുഴുവൻ ജനങ്ങൾക്കും അതിവേഗ ഇന്റർനെറ്റ് ആക്സസ് വ്യാപിപ്പിക്കാനുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ വ്യാപനമെന്നും ടെലിഹൗസ് കാനഡ പ്രസിഡന്റും സിഇഒയുമായ സതോഷി അഡാച്ചി മാധ്യമങ്ങളെ അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.